നമസ്കാരം, ഞാൻ മഞ്ജുഷ. പ്രധാന വാർത്തകൾ. കുടിവെള്ള പദ്ധതി അട്ടിമറിക്കുന്നതിനെതിരെ ഭൂജല വകുപ്പ് ഓഫീസിന് മുന്നിൽ ഒറ്റയാൾ സമരം. ഉണ്ണിക്കുന്ന് കുടിവെള്ള പദ്ധതി വൈകിപ്പിക്കുന്നുവെന്ന് വിജയപുരം പഞ്ചായത്ത് പ്രസിഡന്റ് VT സോമൻ. കെജ്രിവാളിന്റെ അറസ്റ്റിൽ വ്യാപക പ്രതിഷേധം. അറസ്റ്റ് മോദി സർക്കാരിന്റെ പകപോക്കലെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA. നാടിന്റെ ആഘോഷമായി കൊടുങ്ങൂർ പൂരം. കാവടി ഘോഷയാത്ര ഭക്തിസാന്ദ്രം. ഗജറാണിമാരുടെ അകമ്പടിയിൽ ആറാട്ട് ഘോഷയാത്ര. വാർത്തകൾ വിശദമായി. വിജയപുരം ഉണ്ണിക്കുന്ന് കുടിവെള്ള പദ്ധതി അട്ടിമറിക്കുന്നുവെന്നാരോപിച്ച് വിജയപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VT സോമൻകുട്ടി ഭൂജല വകുപ്പ് ഓഫീസിന് മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. 2021-22 കാലയളവിൽ ജില്ലാ പഞ്ചായത്ത് 10 ലക്ഷം രൂപയും വിജയപുരം പഞ്ചായത്ത് 4 ലക്ഷം രൂപയും മുടക്കി നിർമ്മിച്ച പദ്ധതി 3 വർഷമായി പണി പൂർത്തിയാക്കാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു സമരം. വിജയപുരം ഉണ്ണിക്കുന്ന് കുടിവെള്ള പദ്ധതി അട്ടിമറിക്കുന്നുവെന്നാരോപിച്ച് വിജയപുരം പഞ്ചായത്ത് പ്രസിഡന്റ് VT സോമൻകുട്ടി ഭൂജല വകുപ്പ് ഓഫീസിന് മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. 2021-22 കാലയളവിൽ ജില്ലാ പഞ്ചായത്ത് 10 ലക്ഷം രൂപയും വിജയപുരം പഞ്ചായത്ത് 4 ലക്ഷം രൂപയും പദ്ധതിക്കായി നൽകിയിട്ടും 3 വർഷമായി പദ്ധതിയോ അനുബന്ധ തയ്യാറെടുപ്പുകളോ നടത്തിയിട്ടില്ല. കടുത്ത വേനലിനെ തുടർന്ന് ഉണ്ണിക്കുന്ന് പ്രദേശമാകെ കുടിവെള്ളക്ഷാമം രൂക്ഷമായിരിക്കുകയാണ്. നിരന്തരമായി പരാതി നൽകിയിട്ടും ഒരു നടപടിയും ഉണ്ടാക്കാത്ത സാഹചര്യത്തിലാണ് പഞ്ചായത്ത് പ്രസിഡന്റ് വകുപ്പ് ഓഫീസിന് മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടത്തിയത്. ഇത് 2021-22 ജില്ലാ പഞ്ചായത്ത് 10 ലക്ഷം രൂപയും വിജയപുരം ഗ്രാമപഞ്ചായത്ത് 4 ലക്ഷം രൂപയായിട്ട് 14 ലക്ഷം രൂപ ഉണ്ണിക്കുന്ന് കുടിവെള്ള പദ്ധതിക്ക് വേണ്ടി കൊടുത്തതാണ്. പല കാരണങ്ങൾ പറഞ്ഞിട്ടും സാങ്കേതികത്വം പറഞ്ഞിട്ടും ഈ 3 വർഷക്കാലം ഇതിങ്ങനെ നീണ്ടുകൊണ്ടിരിക്കും. ഇന്ന് കടുത്ത വേനലാണ്. ഒരു പ്രദേശത്ത് മുഴുവൻ ആളുകൾക്ക് കുടിവെള്ളം എത്തിക്കാൻ പറ്റുന്നില്ല. അവരുടെ ഈ ഘടുകാര്യസ്ഥ തന്നെ ഉദ്യോഗസ്ഥരുടെ അവരോട് പലതവണ ഞാൻ തിരുവനന്തപുരം വരെ പോയി, നാളെ ശരിയാക്കി തരും. കഴിഞ്ഞ ദിവസം വന്ന് ഫോട്ടോ എടുത്ത് ഉദ്ഘാടനമാണെന്നും പറഞ്ഞിട്ട് പിറ്റേ ദിവസം തൊട്ട് വർക്കില്ല. വിളിച്ചു ചോദിച്ചപ്പോഴത്തേക്ക് ഇവിടുന്ന് വർക്ക് ഓർഡർ പോലും കൊടുത്തിട്ടില്ല. ചുമ്മാ കബളിപ്പിക്കുക ആളുകളെ. തൊട്ടടുത്ത ദിവസം തന്നെ പണികൾ തുടങ്ങാനുള്ള വർക്ക് ഓർഡർ നൽകിയതിനെ തുടർന്നാണ് പ്രസിഡന്റ് സമരം അവസാനിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് BJP സർക്കാരിന്റെ കിരാതമായ പകപോക്കൽ രാഷ്ട്രീയം ഇന്ത്യൻ ജനാധിപത്യത്തെ കളങ്കപ്പെടുത്തിയിരിക്കുകയാണെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA. UDF ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോട്ടയം ഗാന്ധി സ്ക്വയറിൽ നടന്ന പ്രതിഷേധത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് UDF കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കോട്ടയം ഗാന്ധി സ്ക്വയറിൽ പ്രതിഷേധ കൂട്ടായ്മ നടത്തി. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത BJP സർക്കാരിന്റെ കിരാതമായ പകപോക്കൽ രാഷ്ട്രീയം ഇന്ത്യൻ ജനാധിപത്യത്തെ കളങ്കിതമാക്കിയിരിക്കുകയാണെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA കുറ്റപ്പെടുത്തി. രാഷ്ട്രീയ എതിരാളികളെ കള്ളക്കേസിൽ കുടുക്കി അധികാരത്തിൽ തുടരുവാനുള്ള മോദിയുടെ വ്യാമോഹം ഇന്ത്യയിലെ ജനാധിപത്യ വിശ്വാസികൾ അനുവദിക്കില്ലെന്നും വരാൻ പോകുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ജനാധിപത്യം പുനഃസ്ഥാപിക്കാൻ ജനങ്ങൾ സജ്ജരാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഈ ജനാധിപത്യ സംരക്ഷണത്തിന് വേണ്ടി ഇന്ത്യൻ പൗരസമൂഹം ഒരുമിച്ച് വരേണ്ട സന്ദർഭം അതിക്രമിച്ചു എന്ന് തെളിയിക്കുന്ന വിധത്തിലുള്ള സാഹചര്യങ്ങളാണ് ഇന്ന് ഭാരതത്തിലുള്ളത്. ഒരു പറ്റം ആളുകൾ ജാതി ചിന്ത വളർത്തി മതസ്പർദ്ധയുണ്ടാക്കി ഭാരതത്തെ ശിഥിലീകരിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തുകയും അതിനനുകൂലമായി ഇവിടെ അധികാരികളെ വിനിയോഗിക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യേക സാഹചര്യമാണ് നമ്മൾ കാണുന്നത്. അതിനെ നേരിടുന്നതിന് വേണ്ടി കേരള പൗരസമൂഹം ഒരുമിച്ച് ഉണരേണ്ടതുണ്ട് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. UDF കോട്ടയം ജില്ലാ ചെയർമാൻ സജി മഞ്ഞക്കടമ്പിൽ അധ്യക്ഷനായി. മോൻസ് ജോസഫ് MLA, UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് K. ഫ്രാൻസിസ് ജോർജ്, UDF ജില്ലാ കൺവീനർ ഫിൽസൺ മാത്യൂസ്, DCC പ്രസിഡന്റ് നാട്ടകം സുരേഷ്, ഘടകകക്ഷി നേതാക്കളായ TC അരുൺ, സാജു M. ഫിലിപ്പ്, കുഞ്ഞില്ലമ്പള്ളി, ഫിലിപ്പ് ജോസഫ്, KF വർഗീസ്, VJ ലാലി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കൊടുങ്ങൂർ ദേവീക്ഷേത്രത്തിലെ മീനപ്പൂര മഹോത്സവത്തോടനുബന്ധിച്ച് നടന്ന കാവടി ഘോഷയാത്ര ഭക്തിസാന്ദ്രമായി. അലങ്കാര കാവടികളുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ നടന്ന ഘോഷയാത്രയിൽ നാട് ഒന്നുചേർന്നു. കൊടുങ്ങൂർ ദേവീക്ഷേത്രത്തിലെ മീനപ്പൂര മഹോത്സവം സമാപനത്തിലേക്ക്. ശനിയാഴ്ച നടന്ന കാവടി ഘോഷയാത്ര നാടിന്റെ ഉത്സവമായി. രാവിലെ 8 സ്ഥലങ്ങളിൽ നിന്നുള്ള കാവടി സംഘങ്ങൾ ഗജറാണിമാരുടെയും അലങ്കാര കാവടികളുടെയും ദേവനൃത്തത്തിന്റെയും വിവിധ കലാരൂപങ്ങളുടെയും അകമ്പടിയോടെ ക്ഷേത്രത്തിലേക്ക് എത്തി.
കോട്ടക്കൽ ആൽത്തറ ആലിൻചുവട് രുദ്രഭയങ്കരി ക്ഷേത്രം, ഇളപ്പുങ്കൽ, മലയക്കുന്ന്, 17-ാം മൈൽ, ചാമമ്പതാൽ, 15-ാം മൈൽ എന്നിവിടങ്ങളിൽ നിന്നുള്ള സംഘങ്ങളാണ് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ക്ഷേത്രത്തിലേക്ക് എത്തിയത്. അഭിഷേക കാവടികൾ ക്ഷേത്ര മതിൽക്കെട്ടിലേക്ക് പ്രവേശിച്ച് അഭിഷേകം നടത്തിയപ്പോൾ അലങ്കാര കാവടികളും ദേവനൃത്ത സംഘങ്ങളും ക്ഷേത്ര പരിസരത്ത് നിറഞ്ഞാടി കാണികളുടെ മനം കവർന്നു. നൂറുകണക്കിന് ഭക്തരാണ് കാവടി ഘോഷയാത്രയിൽ പങ്കാളികളായത്. വൈകിട്ട് ആറാട്ട് എതിരേൽപ്പ് ഘോഷയാത്രയോടൊപ്പം കുടമാറ്റവും ഉണ്ടായിരിക്കും. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. പാലാ മാർസ്ലീവ മെഡിസിറ്റിയുടെ ഭാഗമായി മാർസ്ലീവ ക്യാൻസർ കെയർ ആൻഡ് റിസർച്ച് സെന്ററിന്റെ ശിലാസ്ഥാപനം നടന്നു. സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ ആരംഭശിലയുടെ ആശീർവാദ കർമ്മം നിർവഹിച്ചു. ക്യാൻസർ ചികിത്സാ രംഗത്ത് സുപ്രധാന കേന്ദ്രമായി മാറാൻ ലക്ഷ്യമിടുന്ന പാലാ മാർസ്ലീവ മെഡിസിറ്റിയിലെ മാർസ്ലീവ ക്യാൻസർ കെയർ ആൻഡ് റിസർച്ച് സെന്ററിന്റെ ആരംഭശിലയുടെ ആശീർവാദ കർമ്മം സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ നിർവഹിച്ചു. ഉന്നതമായ ക്രൈസ്തവ മൂല്യങ്ങൾ ഉൾക്കൊണ്ട് പ്രവർത്തിക്കുന്ന മാർസ്ലീവ മെഡിസിറ്റി ചുരുങ്ങിയ കാലത്തിനുള്ളിൽ ജനങ്ങളുടെ മനസ്സിൽ സ്ഥാനം പിടിച്ച ആരോഗ്യ പരിപാലന കേന്ദ്രമായി മാറിയെന്ന് മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പറഞ്ഞു. പാവപ്പെട്ടവർക്കും സമൂഹത്തിൽ പിന്നോക്കം നിൽക്കുന്നവർക്കും ഏറ്റവും ഗുണനിലവാരമുള്ള ചികിത്സ കുറഞ്ഞ ചെലവിൽ നൽകണമെന്നുള്ള ക്രിസ്ത്യൻ മൂല്യങ്ങൾ ജനങ്ങൾ സ്വീകരിച്ചതാണ് ആശുപത്രിയുടെ വിജയത്തിന് കാരണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പിന്നോക്കം നിൽക്കുന്ന മറ്റ് വിദഗ്ധ ചികിത്സകൾക്ക് സാധ്യതകളില്ലാത്ത പാവപ്പെട്ട മനുഷ്യർക്ക് ഏറ്റവും ക്വാളിറ്റേറ്റീവ്ലി പ്രീമിയം ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ വളരെ കുറഞ്ഞ ചെലവിൽ വളരെ നിസ്സാരമായ തുകയ്ക്ക് ചെയ്തു കൊടുക്കാൻ നിങ്ങൾ ചെയ്തു. അതിൽ നിങ്ങൾ പ്രയോഗിച്ച ഒരു ക്രിസ്ത്യൻ പ്രിൻസിപ്പിളുണ്ട്. ആ പ്രിൻസിപ്പിള് ജനങ്ങൾ സ്വീകരിച്ചതാണ് ഈ വളർച്ചയുടെ ഒന്നാമത്തെ കാരണം. മാർസ്ലീവ മെഡിസിറ്റി സ്ഥാപകനും പാലാ രൂപതാ ബിഷപ്പുമായ മാർ ജോസഫ് കല്ലറങ്ങാട്ട് അധ്യക്ഷനായി. വിദേശ രാജ്യങ്ങളിൽ ലഭ്യമാകുന്ന ക്യാൻസർ ചികിത്സാ സംവിധാനങ്ങൾ നാട്ടിൻ പുറത്തെ സാധാരണക്കാർക്കും ലഭ്യമാക്കണം എന്ന ലക്ഷ്യത്തിലാണ് മാർസ്ലീവ ക്യാൻസർ കെയർ ആൻഡ് റിസർച്ച് സെന്റർ നിർമ്മിക്കുന്നതെന്ന് ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് പറഞ്ഞു. ഈ ഹോസ്പിറ്റലിൻ്റെ വളർച്ചയിലെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഓങ്കോളജി സെക്ഷൻ എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. നമ്മൾ ഉന്നം വയ്ക്കുന്നത് ആ ഒരു മേഖലയാണിനി. വളരെ പ്രധാനപ്പെട്ട ഒരു സെക്ടറാണ് ഹോസ്പിറ്റൽ മിനിസ്ട്രിയിൽ ഓങ്കോളജി എന്ന് പറയുന്നത്. എളുപ്പത്തിൽ നമ്മളത് ക്യാൻസർ ഡിപ്പാർട്ട്മെൻറ്റ്, റേഡിയേഷൻ, കീമോതെറാപ്പി തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്നു. ഇന്ന് കൂടി വരുന്ന രോഗങ്ങളിൽ ഒന്നാണ് ക്യാൻസർ എന്ന് നമുക്കറിയാം. അതിനുവേണ്ട നല്ല ചികിത്സ നമ്മുടെ ഈ സ്ഥാപനത്തിൽ വളരെ വിശിഷ്ടമായ രീതിയിൽ നൽകാനായിട്ട് നമുക്ക് സാധിക്കും. ആശുപത്രി മാനേജിംഗ് ഡയറക്ടർ മോൺസിഞ്ഞോർ ഡോക്ടർ ജോസഫ് കണിയോടിക്കൽ, ആശുപത്രി ഓപ്പറേഷൻസ് ആൻഡ് പ്രോജക്ട് ഡയറക്ടർ ഫാദർ ജോസ് കീരഞ്ചിറ, പാലാ രൂപതാ ബിഷപ്പ് എമിററ്റസ് മാർ ജോസഫ് പള്ളിക്കാപ്പറമ്പിൽ, ജോസ് കെ മാണി MP, മാണി സി കാപ്പൻ MLA തുടങ്ങിയവർ പങ്കെടുത്തു. നിലവിൽ മെഡിക്കൽ ഓങ്കോളജി, സർജിക്കൽ ഓങ്കോളജി, ന്യൂക്ലിയർ മെഡിസിൻ എന്നീ വിഭാഗങ്ങളുള്ള ആശുപത്രിയിൽ കീമോതെറാപ്പി ഉൾപ്പെടെയുള്ള ചികിത്സകളും വിവിധ ക്യാൻസർ ശസ്ത്രക്രിയകളും നടന്നുവരുന്നുണ്ട്. പുതിയ സെന്ററിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സംവിധാനത്തോടെയുള്ള സംവിധാനങ്ങൾ ക്യാൻസർ ചികിത്സയ്ക്കായി ഒരുക്കുന്നത് പ്രത്യേകതയായി മാറും. കൂടാതെ ന്യൂക്ലിയർ മെഡിസിനായി പ്രത്യേക സംവിധാനങ്ങൾ, പ്രത്യേക റേഡിയേഷൻ കേന്ദ്രങ്ങൾ, പീഡിയാട്രിക് ക്യാൻസർ ചികിത്സാ വിഭാഗം, ഗവേഷണ സൗകര്യങ്ങൾ, ശസ്ത്രക്രിയ കഴിയുന്നവർക്കുള്ള പ്രത്യേക വാർഡുകൾ, പ്രത്യേക കീമോ വാർഡുകൾ, രോഗിയുടെ കൂട്ടിരിപ്പുകാർക്കുള്ള പ്രത്യേക
പ്രത്യേക വിശ്രമ കേന്ദ്രങ്ങൾ, കൗൺസിലിംഗ് മുറികൾ എന്നിവ ഉൾപ്പെടെ എല്ലാ ആധുനിക സൗകര്യങ്ങളും ഉണ്ടാവും. ന്യൂസ് ബ്യൂറോ, പാലാ. ന്യൂനപക്ഷ അവകാശങ്ങളും ഭരണഘടനയും സംരക്ഷിക്കുന്നവർക്ക് വോട്ട് ചെയ്യണമെന്ന് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പാലായിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അത് അവന്റെ ജനാധിപത്യ പൗരബോധം അവന് കിട്ടിയിട്ടുള്ള കടലാസില് അവന്റെ തലയ്ക്കകത്ത് എന്താണുള്ളത് എനിക്കറിയാൻ പാടില്ല. ഞാൻ ഒരാൾക്ക് ചെയ്യാനായിട്ട് പ്രത്യേകം പറയാം, മൂല്യങ്ങളുള്ള നമ്മുടെ രാഷ്ട്രത്തിന്റെ ഭരണഘടന കാക്കും നമ്മുടെ ന്യൂനപക്ഷങ്ങൾക്ക് സംരക്ഷണം നൽകുന്ന ഈ പാല വെള്ളാപ്പാട്ടു ഭഗവതി ക്ഷേത്രത്തിലെ ജീവിത എഴുന്നള്ളത്ത് ഭക്തിസാന്ദ്രമായി. മാവേലിക്കര മുളയ്ക്കൽ മഠത്തിൽ ജയപ്രകാശ് നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ. പാലാ വെള്ളാപ്പാട്ട് കാവിലെ ജീവിത എഴുന്നള്ളത്ത് വെള്ളിയാഴ്ച വൈകിട്ട് മാവേലിക്കര മുളയ്ക്കൽ മഠത്തിൽ ജയപ്രകാശ് നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്നു. സിംഹാരൂഢയായി കുടികൊള്ളുന്ന വെള്ളാപ്പാട് ഭഗവതിയുടെ ക്ഷേത്ര സങ്കേതത്തിൽ ആനകൾക്ക് പ്രവേശനം ഇല്ലാത്തതിനാലാണ് ജീവിത എഴുന്നള്ളത്ത് ക്ഷേത്ര ആചാരമായത്. ദേവിയുടെ അനുഗ്രഹത്താൽ വ്രതശുദ്ധിയോടെ തിരുമേനിമാർ ജീവിത തോളിലേറ്റി വാദ്യമേളങ്ങൾക്കനുസരിച്ച് ആനന്ദ നൃത്തമാടുന്നതാണ് ജീവിത എഴുന്നള്ളത്തിന്റെ പ്രത്യേകത. വെള്ളിയാഴ്ച വൈകിട്ട് വെള്ളാപ്പാട് ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച എഴുന്നള്ളത്ത് ലാലം ക്ഷേത്രത്തിൽ എത്തുകയും തുടർന്ന് താലപ്പൊലി, കഥകളി വേഷം, കാളവേല, രാധാകൃഷ്ണ നൃത്തം, തെയ്യം, ശിങ്കാരിമേളം എന്നിവയുടെ അകമ്പടിയോടെ ലാലം മഹാദേവ ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച് പഴയ ബസ് സ്റ്റാൻഡിന് മുമ്പിൽ എത്തിയപ്പോൾ ലാലം ക്ഷേത്ര ഉപദേശക സമിതിയും സേവാഭാരതിയും വിവിധ തൊഴിലാളി സംഘടനകളും സംയുക്തമായി എതിരേൽപ്പ് നടത്തി. തുടർന്ന് എഴുന്നള്ളത്ത് ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നപ്പോൾ താലം കാണൽ ചടങ്ങും വിളക്കമ്പൊലിയും നടന്നു. ശനിയാഴ്ച രാവിലെ ഇരട്ട പൊങ്കാലയും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പാലാ. കേരള വണിക വൈശ്യ സംഘത്തിന്റെ 82ാമത് സംസ്ഥാന സമ്മേളനം ഈ മാസം 27 മുതൽ 30 വരെ തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനിയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇതിന്റെ ഭാഗമായി 25-ന് കേരളത്തിലുടനീളം പതാക ദിനമായി ആചരിക്കും. 28-ന് രാവിലെ നടക്കുന്ന സമ്മേളനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. സമുദായാചാര്യൻ AC താണുവിന്റെ അർദ്ധകായ പ്രതിമയുടെ അനാച്ഛാദനം MK പ്രേമചന്ദ്രൻ MP നിർവഹിക്കും. യുവപ്രതിഭകൾക്കുള്ള അവാർഡുകളുടെ വിതരണം കടകംപള്ളി സുരേന്ദ്രൻ MLA നിർവഹിക്കും. കൂടാതെ ദുരിതാശ്വാസ നിധി വിതരണം, ശില്പിയെ ആദരിക്കൽ, പുസ്തക പ്രകാശനം എന്നിവയും ഉണ്ടായിരിക്കുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കൂട്ടപ്പൻ ചെട്ടിയാർ, ട്രഷറർ രാമചന്ദ്രൻ ചെട്ടിയാർ എന്നിവർ പങ്കെടുത്തു. മാർച്ച് 22 രാവിലെ നടത്തുന്ന ഉദ്ഘാടന സമ്മേളനം പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. പ്രസിഡന്റ് S കൂട്ടപ്പൻ ചെട്ടിയാർ അധ്യക്ഷത വഹിക്കും. സമുദായത്തിലെ പാരമ്പര്യത്തിലുള്ള നാടൻ ചക്കിൽ എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന സംവിധാനം കേരളത്തിലുടനീളം സ്ഥാപിക്കുന്നതിനും പരിശുദ്ധമായ എണ്ണ ജനങ്ങൾക്ക് നൽകുന്നതിനുമുള്ള ഡെമോൺസ്ട്രേഷന്റെ ഉദ്ഘാടനം JN ഒമാൻ നിർവഹിക്കും. സമുദായ ആചാര്യ AC താണുവിന്റെ അർദ്ധകായ പ്രതിമ NK പ്രേമേന്ദ്രൻ MP അനാച്ഛാദനം ചെയ്യും. കടകംപള്ളി സുരേന്ദ്രൻ MLA യുവപ്രതിഭകൾക്കുള്ള അവാർഡുകളും സ്കോളർഷിപ്പുകളും വിതരണം ചെയ്യും. ലോക ജലദിനത്തിൽ വേറിട്ട പ്രവർത്തനവുമായി YWCA കോട്ടയം ജില്ലാ ജനറൽ ആശുപത്രിയിലെ രോഗികൾക്ക് പ്രവർത്തകർ കുടിവെള്ളം വിതരണം ചെയ്തു. YWCയുടെ നേതൃത്വത്തിൽ കോട്ടയം ജനറൽ ആശുപത്രിയിൽ രോഗികൾക്ക് കുടിവെള്ളം വിതരണം ചെയ്തു. ജലം അമൂല്യമാണെന്നും അത് മാലിന്യമുക്തമായി സംരക്ഷിക്കാൻ ജനങ്ങൾ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്നും ഓർമ്മിപ്പിക്കുന്നതാണ് ഈ ദിനം. നഗരസഭാംഗം സിൻസി പാറയിൽ യോഗം ഉദ്ഘാടനം ചെയ്തു. മാർച്ച് 22 ലോക ജലദിനത്തോടനുബന്ധിച്ച് കോട്ടയം YWCA ജലത്തിൻ്റെ പ്രാധാന്യവും അതുപോലെ തന്നെ ഇന്ന്
ഇവിടെ ആളുകൾക്ക് കുടിക്കുവാനായിട്ട് ശുദ്ധജലവുമായിട്ട് എത്തിച്ചേർന്നിരിക്കുകയാണ്. വളരെ സ്നേഹപൂർവ്വം കോട്ടയം YWCA സ്വാഗതം ചെയ്യുകയും ഞങ്ങളുടെ കോട്ടയം ജില്ലാശുദ്ധിയുടെ പേരിലുള്ള നന്ദി അറിയിക്കുകയുമാണ്. YWCA പ്രസിഡന്റ് ഷൈല സുരേഷ് അധ്യക്ഷത വഹിച്ചു. ആശുപത്രി വികസന സമിതി അംഗം PK ആനന്ദക്കുട്ടൻ, സുജ കുര്യൻ, സുമ എബ്രഹാം, ലേഖ ആർ പിള്ള, ഫെമി സാബു, CC കുരുവിള എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. അറിയിപ്പ്: ജില്ലയിൽ ഹോമിയോപ്പതി വകുപ്പിൽ നഴ്സ് ഗ്രേഡ് 2 തസ്തികയിലേക്ക് പ്രസിദ്ധീകരിച്ച ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്കുള്ള അഭിമുഖം ഈ മാസം 25, 26, 27 തീയതികളിൽ ജില്ലാ PSC ഓഫീസിൽ നടക്കും. പ്രൊഫൈലിൽ ലഭ്യമാക്കിയിരിക്കുന്ന അഡ്മിഷൻ ടിക്കറ്റ്, ബയോഡാറ്റ എന്നിവ ഡൗൺലോഡ് ചെയ്ത് പൂരിപ്പിച്ച് ഇന്റർവ്യൂ സമയത്ത് ഹാജരാക്കണം. കേന്ദ്ര സർക്കാർ പദ്ധതിയായ പ്രധാനമന്ത്രി വിശ്വകർമ്മ യോജനയുടെ പരിശീലന കേന്ദ്രമായ പുതുപ്പള്ളി IHRD ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന 6 ദിവസത്തെ പരിശീലന പരിപാടിയിൽ ക്ലാസുകൾ കൈകാര്യം ചെയ്യാൻ തയ്യൽക്കാർ, മരപ്പണിക്കാർ എന്നീ വിഭാഗങ്ങളിൽപ്പെട്ട പരിചയസമ്പന്നരായ പരിശീലകരെ ആവശ്യമുണ്ട്. വിവരങ്ങൾക്ക് ഫോൺ 9947603247, 8547005013. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.